എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. കൊള്ളിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. കൊള്ളിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കൊള്ളി കപ്പ ഉണ്ടല്ലോ, അതുകൊണ്ട് നേരിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പുട്ടാണ്. പലർക്കും അറിയായിരിക്കും, പലരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. എന്നാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കൊള്ളിയാണ് കേട്ടോ, കൊള്ളിക്കിഴങ്ങ് തൊലി കളഞ്ഞ് അത് ചീകി എടുക്കുക ചെയ്തത്. പച്ചക്കറി അരിയുന്നതുണ്ടല്ലോ, അതിൽ ചീകി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞു. കൈകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ച് പിഴിയണ്ട, ജസ്റ്റ് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ സ്ലൈസിൽ ചീകി എടുക്കണം കേട്ടോ. അത് കട്ടി കൂടി കഴിഞ്ഞാൽ വേവാൻ പാടായിരിക്കും. അപ്പോൾ കൊള്ളി മാത്രം ഇതുപോലെ ചീകിയിട്ട് അത് മാത്രമായിട്ട് പുട്ടുണ്ടാക്കാം. അതെല്ലാം അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തു. പിന്നെ ഒരു 1/4 മുറി നാളികേരം ചെറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. മധുരം ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടാക്കുന്നവരും ഉണ്ട്. അതല്ല, ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് അതായിരിക്കും നല്ലത്. കുറച്ചുപ്പ്, ആവശ്യത്തിന് മാത്രം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അത് തിരുമ്പി കൊടുക്കുക കേട്ടോ. ഈ അരിപ്പൊടിയും കൊള്ളിയും നാളികേരവും ഉപ്പും എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ ഇതേ സെയിം തന്നെയാണ് നമ്മുടെ അരിപ്പൊടി ഇല്ലാതെ കൊള്ളി മാത്രമായിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ചൂട്ടോടെ കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രത്യേകത. കാരണം അതിരിക്കും തോറും കുറച്ച് ഇങ്ങനെ എന്താ പറയുക, റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ നല്ല ചൂട്ടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര കൂട്ടി കഴിക്കുന്നതാണ്. ഞാൻ പഞ്ചസാരയാണ് ഇതിലേക്ക് കൂടെ കൂട്ടി കഴിക്കാറ്. കറി ഉപയോഗിക്കുന്നവർക്ക് കറി ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പുട്ടുണ്ടാക്കാൻ തുടങ്ങുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്ന് സെറ്റ് ആവാൻ എടുത്ത് വയ്ക്കുമോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഉള്ളിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പണ്ടത്തെ പോലെ ചെയ്യുന്ന പോലെ ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ വെച്ച് ചെയ്യാൻ വേണ്ടി കുറ്റിയിൽ, പുട്ടും കുറ്റിയിലും ഇതുണ്ടാക്കാം. പക്ഷേ അത് നല്ല ലെങ്ത് ആയിരിക്കും. അതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മുടെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചിരട്ട ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ ചിരട്ടയിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത കൊള്ളിയിലേക്ക് ചേർത്ത് കൊടുത്ത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് മൂടിക്കൊടുക്കാം. കോഴി നല്ല കൂവൽ എൻ്റെ സംസാരം കേട്ടിട്ട്. അങ്ങനെ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു മൂടി അങ്ങനെ വെച്ചൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം വെവാൻ എടുക്കുകയുള്ളൂ. നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇങ്ങനെയായി കിട്ടും. നമ്മുടെ അടിപൊളി കൊള്ളിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ കൊള്ളിപ്പുട്ട്. കൊള്ളിപ്പൊടി നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പക്ഷേ അതത്ര നല്ല ടേസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ചെറുതായിട്ട് ഇതിങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് കൊള്ളി മിക്സ് ചെയ്യുമ്പോഴുള്ള കളർ കണ്ടല്ലോ, അത് കഴിഞ്ഞ് വെന്ത് വരുമ്പോൾ ഈ കൊള്ളി നല്ല ചില്ല് പോലെ ട്രാൻസ്പെറൻ്റ് ആയി കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് അതാണ്. അപ്പോൾ പിന്നെ നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലും മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ എന്ത് കഷ്ടം നോക്കി കോഴിനെ കൊണ്ട്. അപ്പോൾ നമ്മുടെ കൊള്ളിപ്പുട്ട് റെഡിയായി കിട്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, എന്താണെന്നുള്ള എൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുതേ.